ഓം ശ്രീ സായിരാം. എല്ലാവർക്കും നമസ്കാരം. അപരോക്ഷ അനുഭൂതി തുടർന്ന് നോക്കാം. ശ്രീഹരിം പരമാനന്ദം ഉപദേഷ്ടാരമീശ്വരം വ്യാപകം സർവലോകാനാം കാരണം തം നമാമ്യഹം. 44ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കി തീർന്നത്. മെയിനായിട്ട് അവിടെ പറഞ്ഞത് ജീവത്വം, ഞാൻ ജീവൻ, ഞാൻ വേറിട്ട ഒരു ആള്, ഞാൻ തനിയായവൻ, അങ്ങനെ ഉള്ള ആ വിചാരമാണ്. അതായത് ആ സംസാരിത്വം, ലോകത്തിൽ എല്ലാം വേറെ വേറെ എന്ന തോന്നൽ. 2, നാം കണ്ട് അനുഭവിക്കുന്ന ലോകവും മിഥ്യ. എങ്ങനെ വെച്ചാൽ സർപ്പവും കയറും ഉദാഹരണം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ഈ ജീവത്വവും നമ്മളിപ്പോ വിചാരിക്കുന്ന രീതിയിലല്ല, ലോകവും നമ്മളിപ്പോ കണ്ടനുഭവിക്കുമ്പോൾ അത് സത്യമാണ് എന്ന് വിചാരിക്കുന്നതും ശരിയല്ല. ഇത് രണ്ടും ഉണ്ടാകുന്നത്, ഞാൻ വേറെ 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 എന്ന തോന്നൽ ഉണ്ടാകുന്നതും ഈ ലോകമെല്ലാം സത്യമാണ്, അനുഭവമെല്ലാം സത്യമാണ് എന്ന് തോന്നുന്നതും അജ്ഞാനം കൊണ്ട് മാത്രമാണ് എന്ന് ആചാര്യസ്വാമികള് കഴിഞ്ഞ ശ്ലോകത്തില് ഭംഗിയായിട്ട് പറഞ്ഞു. ജീവന്റെ മിഥ്യാത്വം എങ്ങനെയാണോ കയറില് സർപ്പത്തെ കണ്ടേ അതുപോലെയാണ് ജീവന്റെ മിഥ്യാത്വം എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു ലോകത്തിന്റെ മിഥ്യാത്വവും സർപ്പം പോലെ. അപ്പോ അതാണ് ഇതിന്റെ ശരിക്കും പറയാം കഴിഞ്ഞ ശ്ലോകത്തിലെ സാരാംശം. ഇനി വരുന്ന ശ്ലോകങ്ങള് ഈ രണ്ടിന്റെയും വിശദീകരണമാണ്. ജീവൻ മിഥ്യ എന്ന് പറയുമ്പോൾ ജീവന്റെ ചൈതന്യം മിഥ്യ എന്ന് തെറ്റിദ്ധരിക്കരുത്. ജീവൻ മിഥ്യയല്ല, ചൈതന്യം മിഥ്യയല്ല. ജീവത്വം എന്ന ആ ഒരു ചിന്ത, സെപ്പറേഷൻ, ഒരു ഫീൽ, ആ സെപ്പറേഷൻ ഫീൽ ആണ് തെറ്റായിട്ടുള്ള നമ്മുടെ മിഥ്യയായിട്ടുള്ള കാര്യം. ജീവനും ചൈതന്യവും, ജീവനും ചൈതന്യം, വിശ്വവും ചൈതന്യം. അപ്പൊ ഒരു സംശയം ഉണ്ടാകാമെന്ന് പറയുന്നു, ചൈതന്യം നിർഗുണസ്വരൂപമല്ലേ, ജഗത്തോ സഗുണസ്വരൂപമാണ്. അപ്പോ ജഡമായ ജഗത്ത് ചേതനമായ ബ്രഹ്മത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും എന്നൊരു സംശയം ഉണ്ടാകാം. അതിന് പാമ്പ് കയറിന്റെ എക്സാമ്പിൾ തന്നെ റിവേഴ്സ് ചിന്തിക്കാനാണ് പറയുന്നത്. ഇനി ആചാര്യസ്വാമികൾ ശാസ്ത്രത്തെ പ്രമാണമായി എടുക്കാൻ പോവുകയാണ്. ശാസ്ത്രത്തെ തന്നെ പ്രമാണമായി എടുക്കാൻ പോകുന്നു. എന്നിട്ട് സൃഷ്ടിപ്രക്രിയയെ പറഞ്ഞ് ജഗത്തിന്റെ മിഥ്യാത്വം പറയാൻ പോകുന്നു. സൃഷ്ടിയെ പറഞ്ഞുകൊണ്ടാണ് മിഥ്യാത്വം പറയാൻ പോകുന്നത്. വളരെ അതിശയകരമായൊരു കാര്യമാണ്. ശാസ്ത്രത്തിൽ സൃഷ്ടിയെ പറ്റി പറയുന്നത് ഈ ലോകം മിഥ്യ എന്ന് പറയാനാണ്. പക്ഷെ നമ്മളൊക്കെ എന്താ ധരിച്ചിരിക്കുന്നത്? ആ സൃഷ്ടിയെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. എങ്ങനെയാണ് ഈ ലോകം ഉണ്ടായേ, എങ്ങനെയാണ് ഓരോ ജീവജാലങ്ങളും ഉണ്ടായേ, എങ്ങനെയാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടായേ, ഇങ്ങനെ എല്ലാം എങ്ങനെ ഉണ്ടായി എന്നറിയാൻ നമുക്ക് വളരെ വലിയ ആകാംക്ഷയാണ്. കാരണം എന്താ വെച്ചാൽ ഇതെല്ലാം സത്യമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമുക്കതിനെ പറ്റി അറിയണമെന്ന് വലിയ ആഗ്രഹം. അപ്പൊ നാരായണീയത്തില് ഒരു തരത്തില് ആ സൃഷ്ടിയെ പറയും, ഭാഗവതത്തില് വേറൊരു തരത്തിൽ പറയും, ഉപനിഷത്തുകളിൽ ഓരോന്നിലും ഓരോ തരത്തിൽ പറയും. ഇതെല്ലാം ഓരോ തരത്തിലുള്ള മാനസികാവസ്ഥയുള്ളവർക്ക് എല്ലാം പല പല രീതിയിലാണല്ലോ. എല്ലാവരും, നമ്മളെല്ലാവരും ഡിഫറെന്റ് തിങ്കിങ് ആണ് ഓരോരുത്തരുടെ ഉള്ളിൽ. ആ തിങ്കിങ്ങിന് അനുസരണമായിട്ട് കിട്ടുമ്പോഴേ നമ്മൾ സന്തോഷം പോകും. അപ്പൊ അത് അറിയാവുന്ന ആചാര്യന്മാര്, പണ്ട് കാലത്ത് ഋഷീശ്വരന്മാരാണെങ്കിലും എല്ലാവർക്കും ഈ ലോകം മിഥ്യയാണെന്ന് അറിയണം. അപ്പോ ആദ്യം സൃഷ്ടിയെ നന്നായിട്ട് പറഞ്ഞ്, ഓ ഇങ്ങനെയാണല്ലേ സൃഷ്ടിയൊക്കെ ഉണ്ടായേ, അപ്പോ നന്നായിട്ട് മനസ്സിലായി. ഇപ്പൊ എനിക്ക് മനസ്സിലായി. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഉള്ളിൽ ഓരോ തോന്നലുകളുണ്ട്, ഇന്ന രീതിയിലായിരിക്കുന്നു. അതിനായിട്ട് എവിടെ യോജിച്ചു വരുന്നു, ഏതോ ഉപനിഷത്തിൽ യോജിച്ചു വരുന്നു, വളരെ ഹാപ്പിയായി. അപ്പൊ അതുകൊണ്ട് പല രീതിയിലും സൃഷ്ടിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പലതരത്തിൽ ഇങ്ങനെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി. ഹിരണ്യഗർഭൻ എല്ലാ സ്ഥലത്തും വരും. അതിനുശേഷം ഉണ്ടാകുന്നതെല്ലാം പല പല രീതിയിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ കേൾക്കുന്നതോറും നമുക്ക് ആ സൃഷ്ടിയെക്കുറിച്ച് നമുക്ക് നല്ല ഒരു ബോധമുണ്ടാവും. പക്ഷെ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ആ ശാസ്ത്രഭാഗത്തെ എടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഇത് സത്യമാണെന്ന് വിചാരിക്കും. അവിടെയാണ് ഒരു വലിയൊരു വിഷയമുള്ളത്. അപ്പൊ ആദ്യം വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല പറയുന്നത്. അപ്പൊ സൃഷ്ടിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ട്
അപ്പൊ സത്യമാണ്, ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് സത്യമാണ്, ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് സത്യമാണ് എന്ന് ആ ബ്രഹ്മത്തിൽ നിന്നുണ്ടായതാണ് എന്നൊരു ബോധ്യത്തെ വരുത്തുവാനാണ് അത്രേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ള സൃഷ്ടി പ്രക്രിയ കൊണ്ട്. ആ ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായതാണ് ഉണ്ടായത് എന്ന് പറയുമ്പോൾ നമ്മൾ സത്യം 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 എന്ന് വിചാരിക്കും. അതിനെ ആദ്യം അങ്ങനെ ഉണ്ടായി, ബ്രഹ്മത്തിൽ നിന്ന് എന്നുള്ളതാണ് വിശേഷപ്പെട്ട കാര്യം. ഉണ്ടായി എന്നുള്ളതല്ല, ബ്രഹ്മത്തിൽ നിന്ന് ആ ഏക ഒരു ശക്തി ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു, ആ ശക്തിയിൽ നിന്ന് എന്നുള്ളതാണ് അവിടെ ഊന്നൽ കൊടുത്ത് നമ്മളേറ്റവും മനസ്സിലാക്കേണ്ടത്. ഉണ്ടായി എന്നുള്ളതിനല്ല നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, എവിടെ നിന്ന് എന്നുള്ളതിനാണ്. എന്നിട്ട് പറയും, ഇത് ബ്രഹ്മത്തിന്റെ ഒരു ശക്തി കൊണ്ട് നമ്മളിൽ ഉണ്ടാക്കിയ ഒരു തോന്നലാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇതിന്റെ മിഥ്യാത്വത്തെ പറഞ്ഞു തരാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ സമ്മതിക്കോ? ഇത് തോന്നലാണെന്ന് പറയാൻ സമ്മതിക്കോ? നമ്മൾ സമ്മതിക്കില്ല. പക്ഷെ കുറെ കഴിയുമ്പോൾ നമുക്ക് ഉറയ്ക്കും, ശരിയാണെന്ന് ഉറയ്ക്കും. അതിനുള്ള ശ്രമമാണ് ആചാര്യസ്വാമികൾ ഇനിയുള്ള ശ്ലോകങ്ങളിൽ കൂടിയിട്ട്. അപ്പൊ 45-ാമത്തെ ശ്ലോകം, ഉപാദാനം പ്രപഞ്ചസ്യ ബ്രഹ്മണോന്യജ്ഞ വിദ്യതേ തസ്മാത് സർവ പ്രപഞ്ചോയം ബ്രഹ്മൈവാസ്തി ന ചേതരത്. ഉപാദാനം പ്രപഞ്ചസ്യ ബ്രഹ്മണോന്യജ്ഞ വിദ്യതേ തസ്മാത് സർവ പ്രപഞ്ചോയം ബ്രഹ്മൈവാസ്തി ന ചേതരത്. ഈ ശ്ലോകത്തില് ന്യായത്തോടു കൂടിയ ശ്രുതി പ്രമാണത്തെയാണ് പറയുന്നത്. ന്യായശാസ്ത്രം എന്നുള്ള രീതിയിൽ അതിനോടുകൂടി ഒരു ശ്രുതി പ്രമാണം പറയുന്നു. ന്യായയുക്ത ശ്രുതി പ്രമാണം എന്ന് അതിനെ പറയും. ന്യായയുക്ത ശ്രുതി പ്രമാണം. ഉപനിഷത്ത് പ്രമാണത്തെ തർക്കത്തിന്റെ സഹായത്തോടെ പറയുന്നതാണ് ന്യായയുക്ത ശ്രുതി പ്രമാണം. നമുക്കതൊന്നും കൂടുതൽ ഡീപ്പായിട്ട് പോകേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിവിനായിട്ട് പറയുന്നത് മാത്രം. ശ്രുതി പറയുന്നതാണ് സത്യം, എന്നാലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ചില ന്യായങ്ങളെ ശ്രുതി ഉപയോഗിക്കും. ശ്രുതി പ്രമാണമാണ് സത്യം, അതിനകത്ത് വേറെ ഒന്നും നോക്കാനില്ല. പക്ഷെ എന്നാലും നമ്മുടെ ബുദ്ധി അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചില ന്യായങ്ങളെ ശ്രുതി ഉപയോഗിക്കും. അങ്ങനെ യുക്തിയെയും പ്രയോജനപ്പെടുത്തുന്നു. സാമാന്യ ബുദ്ധിക്ക് ഒരു കാര്യത്തെ, നമ്മൾ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ മായയുടെ ആ ശക്തി കൊണ്ട് കുറെ യുക്തികളിൽ കൂടി എന്തെങ്കിലും പറഞ്ഞാലേ നമുക്ക് വിശ്വാസമാവും. അല്ലാതെ എന്ത് പറഞ്ഞാലും നമുക്ക് വിശ്വാസമാവില്ല. അങ്ങനെ ആയിപ്പോയി. നമ്മൾ അങ്ങനെ ഒരു ഇതിനകത്ത് പെട്ടിരിക്കുന്ന ജന്മജന്മാന്തരങ്ങളായി. നമ്മളെപ്പോഴും ഒരു യുക്തിയെ അതിനെ ന്യായീകരിക്കാനായിട്ടുണ്ടോ എന്ന് നമ്മുടെ മനസ്സ് തപ്പും. ശ്രുതി മാത്രം പറഞ്ഞാൽ അതിൽ പൂർണ്ണ വിശ്വാസമുണ്ട്, യുക്തി ആവശ്യമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ആണ് ഇവിടെ ആചാര്യസ്വാമികൾക്ക് അത് നന്നായിട്ട് അറിയാവും. ജീവന്മാരുടെ ഈ ബുദ്ധിവിശേഷത്തെ പ്രത്യേകിച്ച് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ആ ബുദ്ധിവിശേഷത്തിൽ കൂടി തന്നെ കുറേശ്ശെയായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. പിന്നെ അതിൽ നിന്ന് പോകും. അതുകൊണ്ട് തർക്കസഹിത പ്രമാണം ഇവിടെ ഉപയോഗിക്കുന്നു. യുക്തി, അതായത് കാരണാത്മകം, കാര്യം കാരണാത്മകം എന്ന ഭാഗത്തെയാണ് ഉപയോഗിക്കുന്നത്. കാര്യം കാരണാത്മകം, അതായത് കാര്യം എന്താണ്? വാസ്തവത്തില് കാരണസ്വരൂപമാണ് കാര്യം, അല്ലെ? കാരണത്തിൽ നിന്നല്ലാതെ കാര്യം ഉണ്ടാകില്ല. നമ്മൾ നേരത്തെ വളരെ വിശദമായിട്ട് പഠിച്ചിട്ടുള്ളതാണ് കാര്യം കാരണം എന്നുള്ളത് എന്താണെന്നൊക്കെ. കളിമൺ പാത്രമാണ് അതിനെപ്പോഴും ഉപയോഗിക്കുന്ന, കളിമൺ എന്നുള്ളതാണ് എപ്പോഴും സാധാരണ ഉപയോഗിക്കുന്ന ഉദാഹരണം. അല്ലെങ്കിൽ സ്വർണം, സ്വർണവും ആഭരണങ്ങളും, കളിമണ്ണും പാത്രങ്ങളും. കളിമൺ കാരണമാണ് എന്തിന്റെ? പാത്രങ്ങളുടെ. കളിമണ്ണിൽ നിന്നാണ് ധാരാളം പാത്രങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കാര്യമോ കാരണോ എന്നുള്ള സംഭവങ്ങൾ നല്ലത് വേദാന്തത്തിലെ ഭാഷകളാണ്. അപ്പോ ഇവിടെ കാര്യം എന്ന് പറയുമ്പോൾ ഒരു സംഭവം, അതിൽ നിന്നുണ്ടാകുന്നത്, അല്ല, കാര്യം എന്ന് പറയുന്നത് കാരണത്തിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോ കാരണ സ്വരൂപം എന്താണ്? കളിമണ്ണാണ് കാരണം. പാത്രങ്ങളോ കളിമണ്ണിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് അവയെല്ലാം കാര്യമാണ്. പാത്രം എന്ന കാര്യം ഉണ്മയിൽ കളിമൺ എന്ന കാരണത്തിന്റെ സ്വരൂപം തന്നെയാണ്. കാര്യം എന്ന പാത്രങ്ങള്, കളിമൺ എന്ന
കാരണത്തിന്റെ സ്വരൂപം തന്നെ ആണ്. മേശ എന്തിന്റെ സ്വരൂപമാണ് ശരിക്കും പറഞ്ഞാൽ? മേശ, കസേര, മരം കൊണ്ടുള്ള മേരയും കസേരയും മരത്തിന്റെ കാരണ സ്വരൂപം തന്നെയാണ്. കാര്യം എപ്പോഴും കാരണസ്വരൂപം തന്നെ ആയിരിക്കും, മാറ്റാൻ പറ്റത്തില്ല. ആഭരണങ്ങളെല്ലാം സ്വർണത്തിന്റെ കാരണസ്വരൂപം തന്നെയാണ്. അതായത് കാര്യം എന്ന തനതായ ഒരു വസ്തു ഉണ്ടാകാൻ പറ്റത്തില്ല. തനതായ ഒരു വസ്തു അവിടെ ഉണ്ടാകാൻ പറ്റത്തില്ല. കാര്യം എന്ന തനിയെ ഒരു സംഭവം, കാരണമില്ലാതെ കാര്യം ഉണ്ടാകില്ല. അപ്പൊ ഈ കാരണത്തിന്റെ സ്വരൂപം തന്നെയാണ് കാര്യത്തിന്റെയും സ്വരൂപം. ആ സത്യത്തെ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളണം എന്ന് ആചാര്യസ്വാമി പറയുന്നു. ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. ഒരു കാരണത്തിൽ നിന്നല്ലാതെ കാര്യം ഉണ്ടാകില്ല. അത് ഈ ഭാഷ, കാരണം കാര്യം എന്നുള്ള ഭാഷ വേദാന്ത ഭാഷയാണ്. എന്താണ് കാരണം, എന്താണ് കാര്യം എന്നുള്ളതൊക്കെ നേരത്തെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. അതിലേക്ക് ശ്രദ്ധ പോകണം. സാധാരണ എന്തുകൊണ്ട്, എന്ത് കാരണം, ആ സംഭവം അല്ല ഇവിടെ. ഇത് ഒരു വസ്തു ഉണ്ടാകാനുള്ള അതിന്റെ മൂലം, ആ കാരണം, അതിൽ നിന്ന് ഉണ്ടാകുന്നതെല്ലാം ഈ കാരണത്തിന്റെ സ്വരൂപം തന്നെയാണ്, അല്ലാതെ സെപ്പറേറ്റ് അല്ല. രൂപവും നാമവും വേറെ വന്നേക്കാം, അതാണ് മനസ്സിലാക്കേണ്ടത്. രൂപവും നാമവും വേറെ വന്നേക്കാം, പക്ഷെ അതിന്റെ ഒറിജിനൽ ആ സ്വരൂപം, അത് സ്വരൂപം എന്ന് പറയുന്നത്, അത് ഒറിജിനലി എന്താണ്, ഇതിൽ നിന്നാണോ ഉണ്ടായത് അത് തന്നെ ആയിരിക്കും. അതിനകത്തൊന്നും മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ ലോകം എന്ന കാര്യം, ലോകം എന്ന കാര്യം ഓർക്കണം, കാര്യമായിട്ട് പറയുന്നത് ലോകത്തിനെയാണ്, ജഗത്തിനെയാണ്. അത് ഏതിന്റെ കാരണസ്വരൂപമാണ്? എന്തിൽ നിന്നെങ്കിലും ഉണ്ടായതായിരിക്കണം ഈ ലോകം, സംശയമില്ല. ആ ഉണ്ടായതിൽ നിന്ന് ഇവിടെ വന്നതുകൊണ്ട് ഇതിനെ കാര്യം എന്ന് പറയും. അപ്പോ ഏതിൽ നിന്നുണ്ടായോ അതിനെ കാരണം എന്ന് പറയണം. അപ്പോ ചോദ്യം ഇതാണ്, ഏതിൽ നിന്ന് ഉണ്ടായി? കാര്യം എന്ന ജഗത്തിന്റെ കാരണം എന്ത്? ഏത്? ഏതോ ഒന്നിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. അത് ഏതിൽ നിന്നാണ്? ആ കാരണം ഏതാണ്? ഓരോ മതവും ഓരോന്നാണ് പറയുന്നത്. ഓരോ മതങ്ങളും ഓരോന്നാണ് പറയുന്നത്. ഇവിടെ ആചാര്യസ്വാമികൾ ഈ ലോകത്തിന്റെ കാരണവും കാര്യവുമാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ജഗത്തിന്റെ കാര്യകാരണങ്ങളെ ആചാര്യസ്വാമിയുടെ അദ്വൈത സിദ്ധാന്തത്തിൽ കൂടിയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. പല മതങ്ങളും പല രീതിയിൽ പറയുന്നു, അത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാര്യമായ ജഗത്തിന്, ലോകത്തിന് കാരണം ആയിരിക്കുന്നത് ബ്രഹ്മം എന്ന് ഈ ശ്ലോകത്തിലൂടെ നമ്മളെ പറഞ്ഞു മനസ്സിലാക്കുന്നു. വളരെ ഡീപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാര്യകാരണമായിട്ടുള്ള ആ ഒരു യുക്തിയുക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതൊരു വസ്തു ഉണ്ടോ അതിനെ കാര്യമെന്നും, ഏതിൽ നിന്നുണ്ടായോ അതിനെ കാരണമെന്നും പറയുന്നു. കാരണത്തിന്റെ സ്വഭാവമായിരിക്കും കാര്യത്തിന്. അപ്പോ ഈ കാര്യം മാത്രം നമ്മൾ കാണുമ്പോൾ നമ്മൾ ഉടനെ ചിന്തിക്കണം, ഇതിന്റെ കാരണം എന്താണ് എന്ന്, എവിടെ നിന്ന് വന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആഭരണങ്ങളെ കാണുമ്പോൾ ആഭരണം സ്വർണത്തിൽ നിന്ന്, അപ്പൊ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടല്ലോ, പല ആചാര്യന്മാരും പറയും. ഇപ്പൊ ഒരു കള്ളന്റെ കാര്യം ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രഭാഷണങ്ങൾ പറഞ്ഞു. ഒരു കള്ളൻ ഒരു വീട്ടിൽ കയറി ആഭരണം മോഷ്ടിക്കുമ്പോൾ അയാൾ എന്താണ് മോഷ്ടിക്കുന്നത്? അയാൾ ഒരു വള വേണം എന്ന് വിചാരിച്ചാണോ മോഷ്ടിക്കുന്നത്? അല്ലെങ്കിൽ ഒരു മാല വേണം എന്ന് വിചാരിച്ചാണോ? അല്ലെങ്കിൽ ഒരു കമ്മല് വേണം, അല്ലെങ്കിൽ ഒരു മൂക്കുത്തി വേണം, അല്ലെങ്കിൽ ഒരു മോതിരം വേണം എന്ന് വിചാരിച്ചാണോ അയാൾ മോഷ്ടിക്കുന്നത്? അല്ല, അയാള് അതൊരു മൂല്യം, അതായത് സ്വർണമാണ് അവിടെ ഉള്ളത്. ഇതെല്ലാം സ്വർണമാണ്, ഈ ആഭരണങ്ങളെല്ലാം സ്വർണമാണ്. അപ്പോൾ ഈ സ്വർണം വളരെ വാല്യൂ ഉള്ളതാണ്, എനിക്കിത് വിറ്റാൽ നല്ല പൈസ കിട്ടും. അത് വേണ്ടിയിട്ട് പുള്ളി സ്വർണത്തെ അപഹരിക്കുന്നു. പുള്ളി അപഹരിക്കുന്നത് സ്വർണമാണ്. പുള്ളിക്ക് അവിടെ അതിന്റെ രൂപമോ നാമമോ പുള്ളിക്ക് പ്രസക്തമല്ല. അതേസമയം ഈ ആഭരണങ്ങൾ മേടിച്ച് വീട്ടിൽ വെച്ച ആൾക്കാർ അവരുടെ കല്യാണത്തിനോ വേറെ എന്തെങ്കിലും വിശേഷത്തിനോ കടയിൽ പോയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ സ്വർണം വേണം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷെ അവിടെ അവർ നോക്കുന്നത്, നമ്മുടെ ദൃഷ്ടിക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, നമ്മുടെ മനസ്സിലെ ആഗ്രഹം, അതെല്ലാം എവിടെയാ വരുന്നേ? ആ സ്വർണം എന്നുള്ളതിനേക്കാൾ ഉപരി
അതിൻ്റെ നാമരൂപങ്ങളിലാണ് വരുന്നത്, അല്ലെ? അപ്പോ നെക്ലസ്, പല നെക്ലസ് ഉണ്ട്. അതിൽ ഏറ്റവും ഭംഗിയുള്ള നെക്ലസ്, മോതിരങ്ങൾ പല സൈസ്, പല ഡിസൈൻ, പല കല്ല് വെച്ചത്, പല രീതിയിലുള്ളത്, വളകൾ പല രീതിയിലുള്ളത്. അതില് നമ്മുടെ മൈൻഡിന് ഇഷ്ടപ്പെട്ട ഒരു സംഭവത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. എല്ലാം സ്വർണ്ണമാണ്, ഏതെങ്കിലും സ്വർണ്ണം മതിയല്ലോ, അത് പോരാ. അപ്പൊ നാമരൂപങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകും. എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ നാമരൂപങ്ങളിലാണ്. അതാണ് സൃഷ്ടിയുടെ പ്രത്യേകതയും. സൃഷ്ടിയുടെ പ്രത്യേകത തന്നെ അതാണ്. ജീവനെ നാമരൂപങ്ങളിലേക്ക് അട്രാക്ട് ചെയ്ത് കുടുക്കി ഈ സംസാരത്തിൽ നിലനിർത്തുക. അതാണ് ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് ആളെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അപ്പൊ നമ്മുടെ ഇവിടുത്തെ വിഷയം അതല്ല. നമ്മുടെ വിഷയം എന്താണ്? ഈ ആഭരണങ്ങൾ എവിടുന്നുണ്ടായി, കളിമൺ പാത്രങ്ങൾ എവിടുന്നുണ്ടായി, ഇവയെല്ലാം കാര്യമാണെങ്കിൽ കാരണം ഏത്? അപ്പോൾ ആ കാരണം സ്വർണവും കളിമണ്ണും ആണെന്ന് മനസ്സിലായപ്പോൾ ഈ നാമരൂപങ്ങളായിട്ട് ഇവിടെ കാണപ്പെട്ടതെല്ലാം ഏത് സ്വഭാവമുള്ളതാണ്? കാരണ സ്വഭാവമുള്ളതാണ്. കാരണത്തിന്റെ സ്വഭാവം തന്നെയാണ് അവയ്ക്കെല്ലാം ഉള്ളത്. അപ്പൊ ചോദിച്ചു, ഈ ലോകത്തില് ഈ കാര്യമായ ഈ ജഗത്തിന്, ലോകത്തിന് കാരണമായിരിക്കുന്നത് ബ്രഹ്മമാണ് എന്ന് ആചാര്യസ്വാമിക്ക് ഈ ശ്ലോകത്തിൽ പറഞ്ഞു. അപ്പൊ ചോദിക്കുന്നു, അതിനെന്താണ് തെളിവ്? ഇപ്പോ ആഭരണം സ്വർണമാണെന്നുള്ളതിന് തെളിവ് എന്താ? അത് നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു തട്ടാന്റെ അടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യാൻ പറഞ്ഞ്, അല്ലെങ്കിൽ വേറെ മെഷീനോ എന്തൊക്കെയോ ഉണ്ടല്ലോ ഇപ്പോൾ കടകളിൽ, അത് നോക്കി കഴിയുമ്പോൾ, അത് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്വർണമാണ് എന്ന് തെളിയും. കളിമൺ പാത്രത്തിന്റെ കാര്യത്തിൽ ഇതിനെ പ്ലാസ്റ്റിക് ആണോ കളിമണ്ണാണോ എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ്, നോക്കി കഴിയുമ്പോൾ അറിയാം. അതുപോലെ ഈ ജഗത്ത് മുഴുവൻ ബ്രഹ്മമാണ് എന്നുള്ളതിന് എന്താണ് തെളിവ്? നല്ല ചോദ്യമല്ലേ? നമ്മൾ പറഞ്ഞാൽ പോരല്ലോ, അങ്ങനെയാണ് കാര്യമാണ് കാരണമാണെന്നൊക്കെ പറഞ്ഞാൽ മതി പോരെ. എന്താ തെളിവ്? ഇതെല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി നിങ്ങൾ പറയുന്നു, എന്താണ് തെളിവ്? അതാണ് ചോദ്യം. അപ്പൊ പറയുന്നു, ആത്മനഃ ആകാശസംഭൂതഃ, ആത്മനഃ ആകാശസംഭൂതഃ, ആത്മാവിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്ന് എന്ന ശ്രുതിപ്രമാണം. ആത്മാവിൽ നിന്ന് അഥവാ ബ്രഹ്മത്തിൽ നിന്ന് എന്ന ശ്രുതിപ്രമാണം അനുസരിച്ച് ബ്രഹ്മമാണ് ജഗത്തിന് കാരണം. ഇത് തൈത്തിരീയോപനിഷത്തില് നന്നായിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. തൈത്തിരീയോപനിഷത്തിന്റെ പല വാക്യങ്ങളും ഇവിടെ നമുക്കിനി കാണാം. ജഗത്ത് ബ്രഹ്മസ്വരൂപം അല്ലാതെ ഇവിടെ വേറൊന്നില്ല. ജഗത്ത് എന്ന ഒന്നില്ല, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നാമരൂപങ്ങൾ മാത്രം. ബ്രഹ്മത്തിൽ നിന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ കാണുന്നതെല്ലാം നാമരൂപങ്ങൾ മാത്രം. പാത്രങ്ങള് പലതുണ്ട്, പക്ഷെ അവയെല്ലാം കളിമൺ തന്നെയാണ്. അങ്ങനെ ഉള്ളത് കൊണ്ട് ഈ ലോകം മിഥ്യ, അതായത് ഉള്ളതായിട്ട് തോന്നുന്നു. മിഥ്യ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നല്ല, ഉള്ളതായിട്ട് തോന്നുന്നതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. ബ്രഹ്മം മാത്രമാണ് സത്യം. സത്യവും മിഥ്യയും തമ്മിലുള്ള വ്യത്യാസം, മിഥ്യ തോന്നുന്നതാണ്, സത്യം ഒറിജിനലി ഉള്ളതാണ്. അപ്പൊ ഉള്ളതാരാണ്? ബ്രഹ്മം. ലോകം എന്താണ്? തോന്നുന്നത്. അതുകൊണ്ട് അത് മിഥ്യ. അത് എവിടെ നിന്ന് ഉണ്ടായി എന്നാണ് പറയുന്നത്? അത് ഉണ്ടായി എന്ന് പറയുന്നത് ബ്രഹ്മത്തിൽ നിന്ന്. ഉണ്ടായി എന്ന് പറയുന്നത്, അവിടെ ശ്രദ്ധിക്കണം, ഉണ്ടായി എന്ന് പറയുന്നത് അത് മിഥ്യയാണ്. അപ്പോ അത് ആ പറയുന്നത് ബ്രഹ്മത്തിൽ നിന്നുണ്ടായി എന്നാണ്. അത് ഇനി മായയെ കുറിച്ചൊക്കെ പിന്നീട് പറയും, അപ്പൊ കൂടുതൽ മനസ്സിലാവും. അപ്പൊ ലോകത്തിന്റെ ഉപാദാന കാരണം, അതും നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഉപാദാന കാരണം എന്ന് എന്തിനെയാണ് പറയുന്നത്? ഉപാദാന കാരണം. ലോകത്തിന്റെ ഉപാദാന കാരണം എന്ത്? ചില വസ്തുക്കൾക്ക് പല ഉപാദാന കാരണങ്ങൾ ഉണ്ടാകാം. ചില വസ്തുക്കൾ പലതുമായിട്ട് ചേർന്നിട്ടാണ് ഇപ്പൊ നമ്മുടെ ലോകത്തില് നമ്മൾ കാണുന്ന കുറെ വസ്തുക്കള് ഒന്നിന്റെ മാത്രമല്ല പലതിൻ്റെയും ചേർച്ചയായിട്ടുണ്ടാകുന്നതാണ്. പല കാര്യങ്ങളും ചേർന്ന് ഉണ്ടാകുന്നതാണ്. പക്ഷേ ജഗത്തിന് അങ്ങനെ പല കാര്യങ്ങൾ ചേർന്നതല്ല ജഗത്ത്. ഭൂമിയിൽ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുന്ന പലതും, പല വസ്തുക്കളും പല കാര്യങ്ങൾ ചേർന്നതായിരിക്കാം. അപ്പൊ അതിൽ വിശദാംശതയ്ക്ക് പോകുന്നില്ല, അത് നമ്മുടെ കാര്യമല്ല. ജസ്റ്റ് അറിയാം
അപ്പൊ പല വസ്തുക്കളെ കൊണ്ട് ഒരു വസ്തു ഉണ്ടാക്കുന്ന ഒരു സമ്പ്രദായം നമുക്കുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ലോകത്തിന്റെ സൃഷ്ടിയുടെ കാര്യത്തില് പല ഉപാദാന കാരണങ്ങളില്ല. ഒരേ ഒരു ഉപാദാന കാരണമേ ഉള്ളൂ, ബ്രഹ്മം. അതിൽ നിന്നാണ് സർവവും. പഞ്ചഭൂതങ്ങൾ അല്ലെ, ഡിഫറൻ്റ് ആയിട്ടുള്ള പഞ്ചഭൂതങ്ങളെ നമ്മൾ കാണുന്നത്. ആകാശം എന്ന് പറയുന്ന ഒന്ന്, വായു എന്ന് പറയുന്ന ഒന്ന്, അഗ്നി എന്ന് പറയുന്ന ഒന്ന്, വെള്ളം എന്ന് പറയുന്നു, പൃഥ്വി എന്ന് പറയുന്നു. ഇങ്ങനെ അത് കഴിഞ്ഞ് മനസ്സ്, ഇങ്ങനെ പല കാര്യങ്ങൾ പറയുന്നു. ബുദ്ധി, അഹങ്കാരം, ദേഹം, ഇങ്ങനെ പലതും വരുന്നു. അപ്പോ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എല്ലാം വളരെ വളരെ വ്യത്യസ്തപ്പെട്ടതുമാണ്. അപ്പൊ നമുക്ക് ഇത് തോന്നും, ഈ വളരെ വ്യത്യാസപ്പെട്ട പലതിനെയും എടുത്തിട്ടാണോ ഒന്നുണ്ടാക്കിയിരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെയല്ല. ഒന്നിൽ നിന്നാണ് ഈ പല വ്യത്യാസമുള്ളതും നമ്മൾ കാണാനിടയാവുന്നത്, നമുക്ക് അനുഭവത്തിൽ തോന്നുന്നതും. ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടായ പലതാണ്. ആ ഒന്നാണ് ബ്രഹ്മം. അവിടെ നിന്ന് ഉണ്ടായതേ ഇവിടെയുള്ളൂ. അവിടെ നിന്ന് ഉണ്ടായതേ ഇവിടെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇവിടെ ഇല്ല. ഇങ്ങനെ അതിന് പല ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ പലകം കാണാം. ഇപ്പോ വെള്ളത്തിൽ നിന്ന് പല കാര്യങ്ങളും ഉണ്ടാകേണ്ടതായിട്ട് കാണാം. അതേമാതിരി മണ്ണിൽ നിന്ന് പലതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം ഇത് തന്നെ ഏറ്റവും നന്നായിട്ട് പറയുന്ന ഉദാഹരണം ഉപനിഷത്തിൽ പറയുന്നു. അതിനപ്പുറം ഉദാഹരണം ഇല്ല. കളിമണ്ണും സ്വർണവും, ഈ രണ്ട് ഉദാഹരണമാണ് എപ്പോഴും പറയുന്നത്. അത് വളരെ ഏറ്റവും അവർ ചിന്തിച്ച് വെച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ വല്ല ഉദാഹരണം പറയാൻ പോയാൽ അതിന് വേറെ ശാസ്ത്രപരമായിട്ട് തർക്കപരമായിട്ടൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് പുതിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണണ്ട. ഏറ്റവും നല്ല ഉദാഹരണം അവിടെ ഉപനിഷത്തുകളിൽ പറഞ്ഞിട്ടുള്ള സ്വർണമാണ് നമുക്ക് എടുക്കാൻ സൗകര്യം. പല ആഭരണങ്ങൾ, പല നാമങ്ങൾ, പല രീതികൾ, പല വലിപ്പം, പല രീതിയിൽ. അങ്ങനെ ജഗത്തിന് ഒരു ഉപാദാന കാരണമേ ഉള്ളൂ, അത് ബ്രഹ്മം. ബ്രഹ്മണഃ അന്യഃ ന വിദ്യതേ. ബ്രഹ്മമല്ലാതെ വേറെ ഉപാദാനം ഇല്ല. ഉപാദാനം പ്രപഞ്ചസ്യ ബ്രഹ്മണോന്യന്യ വിദ്യതേ. പ്രപഞ്ചസ്യ ഉപാദാനം ബ്രഹ്മണഃ, അല്ലാതെ ബ്രഹ്മണഃ അന്യ ന വിദ്യതേ. വേറെ ഉപാദാനം ഇല്ല, ബ്രഹ്മ മാത്രമേ ഉള്ളൂ ഉപാദാനം. അതിൽ നിന്നാണ് സർവവും ഉണ്ടായിരിക്കുന്നത്. തസ്മാത്, അതിനാൽ സർവപ്രപഞ്ചോയം ബ്രഹ്മൈവാസ്തി ന ചേതരേ. തസ്മാത്, അതിനാൽ സർവപ്രപഞ്ച അയം, ഈ മുഴുവൻ പ്രപഞ്ചവും, അയം സർവപ്രപഞ്ച, ഈ മുഴുവൻ പ്രപഞ്ചവും ബ്രഹ്മ ഏവ അസ്തി, ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നു. സർവപ്രപഞ്ചവും ബ്രഹ്മമായി തന്നെ ഇരിക്കുന്നത്. കാരണം ബ്രഹ്മണഃ അന്യ ന വിദ്യതേ. കാരണം ഉപാദാനം ബ്രഹ്മണമായതുകൊണ്ട്. ആഭരണങ്ങളെ നോക്കി ഇതെല്ലാം സ്വർണം തന്നെ എന്ന് പറയുന്നത് പോലെ, പല ഫർണിച്ചറുകളെയെല്ലാം നോക്കി ഇതെല്ലാം മരം എന്ന് പറയുന്നത് പോലെ, ന ച ഇതരത്, വേറെ ഒന്നുമില്ല. ന ചേതരത് എന്നുള്ളതിന് ന ച ഇതരത്, അതാണ്. ന ച ഇതരതാണ് ന ചേതരത് എന്നുള്ളത്. എല്ലാം ബ്രഹ്മം മാത്രം, ലോകം എന്ന ഒന്ന് ഇല്ല. അവിടെയാണ് നമുക്ക് പ്രശ്നം വരിക. ഉണ്ടല്ലോ എന്നേ നമ്മുടെ മനസ്സിൽ തോന്നുന്നു. പക്ഷെ ഇവിടെ പറയുന്നു ലോകം എന്ന് ഒന്നില്ല. അപ്പൊ നമ്മൾ എന്ത് പറയണം? എങ്ങനെ മനസ്സിലാക്കണം? ലോകം എന്നല്ല മനസ്സിലാക്കണ്ടേ, അതിനെ ബ്രഹ്മസ്വരൂപം തന്നെ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കിയാലേ ഇനി വരുന്ന കാര്യങ്ങളിലേക്ക് നമുക്ക് നമ്മുടെ മനസ്സിനെ കൊണ്ടെത്തിക്കാനും നിശ്ചയിക്കാനും സാധിക്കും. ലോകം എന്ന ഒന്ന് ഇല്ല, ഇതെല്ലാം ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെ. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ലോകത്തിലല്ലേ? അല്ലെ, ലോകത്തിലല്ലേ ഇരിക്കുന്നത്? ആണല്ലോ. അതെ. അനുഭവിക്കുന്നുണ്ടല്ലേ? ഉണ്ട്. അനുഭവിക്കുന്നതിനാൽ അത് സത്യമാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ലോകത്തിലല്ലേ ഇരിക്കുന്നത്? അതെ. പിന്നെ എങ്ങനെയാ മിഥ്യ എന്ന് പറയുന്നത്? ലോകമില്ലെന്ന് പറയുന്നത്? പറ്റില്ല. അനുഭവിക്കുന്നില്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ അതെങ്ങനെയാ സത്യമല്ല എന്ന് പറയുന്നത്? അനുഭവിക്കുന്നതല്ലേ സത്യം? ഓ, പറയുന്നു അങ്ങനെയല്ല. ഇതിന്റെ എല്ലാ സംശയങ്ങളും ഞാൻ മാറ്റിത്തരാമെന്ന് ആചാര്യസ്വാമി പറഞ്ഞിട്ടുണ്ട്. എല്ലാ സംശയം അതിനാണല്ലോ അപരോക്ഷാനുഭൂതി. സംശയങ്ങളെ മാറ്റി തടസ്സങ്ങളെ മാറ്റാനാണ്. സംശയം തടസ്സമാണല്ലോ. അപ്പൊ ആചാര്യസ്വാമി ആ സംശയങ്ങളും മാറ്റിത്തരും. ഇവിടെ കാര്യം കാരണാത്മകം എന്ന തത്വത്തെ പറഞ്ഞു ന്യായയുക്തിശ്രുതി വാക്യത്തോടു കൂടിയിട്ട്. ഇതിനെ മനസ്സിൽ ഉറപ്പിക്കണം. കാര്യ കാരണാത്മകം എന്നുള്ള ആ ഭാഗത്തെ മനസ്സിൽ ഉറപ്പിക്കുക. നന്നായിട്ടത് മനസ്സിൽ ഉറയ്ക്കണം. കാര്യം കാരണാത്മകം എന്നുള്ളത്.
അടുത്ത ശ്ലോകം 46-ാമത്തെ ശ്ലോകം. വ്യാപ്യ വ്യാപകതാമിഥ്യാ സർവമാത്മേതി ശാസനാത് ഇതി ജ്ഞാതേ പരേ തത്വേ ഭേദസ്യാവസരഃകുതഃ. വ്യാപ്യ വ്യാപകതാമിഥ്യാ സർവമാത്മേതി ശാസനാത് സർവമാത്മേതി ശാസനാത് ഇതി ജ്ഞാതേ പരേ തത്വേ ഭേദസ്യാവസരഃകുതഃ. ഇനി വരുന്ന ശ്ലോകങ്ങളെല്ലാം പല വിധത്തില് ലോകം മിഥ്യ എന്ന് പറയും, ഉറപ്പിച്ചു പറയും. ഇതെല്ലാം ഈ കാരണം കൊണ്ട് മിഥ്യയാണ്, ഈ കാരണം കൊണ്ട് മിഥ്യയാണ് എന്ന്. ഇപ്പൊ ഒരെണ്ണം കാര്യം കാരണാത്മകം എന്ന് ഓർത്തിരുന്നോണം, കുറിച്ചിട്ടോണം. കാര്യം കാരണാത്മകം, അതിനാൽ ലോകം മിഥ്യ. ഇനി നമുക്ക് പലവിധ സംശയങ്ങളുണ്ട് എന്നതിനാലാണ് പല വിധത്തില് ഉദാഹരണ സഹിതം പറയേണ്ടി വരുന്നത്. ഈ ഒരെണ്ണം പറഞ്ഞാൽ മതി, ശരിക്കും പറയാം. പക്ഷെ ആചാര്യസ്വാമികൾ കുറേ ശ്ലോകങ്ങളിൽ ഈ പറയുകയാണ് ലോകത്തിന്റെ മിഥ്യാത്വത്തെ കാണിക്കാൻ. കാരണം നമ്മളിൽ പലരും പല വിധത്തിലുള്ള സംശയങ്ങളുള്ളവരാണ്. ഒരേ സംശയമല്ല എല്ലാവർക്കും. പല ജനങ്ങൾക്ക് പല രീതിയിലുള്ള സംശയം ഉള്ളതുകൊണ്ട് ആചാര്യസ്വാമി എല്ലാ ജനങ്ങൾക്കും ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള ഉദാഹരണങ്ങളെ കൊണ്ട്, വാക്യങ്ങളെ കൊണ്ട് ഈ ജഗത്തിന്റെ മിഥ്യാത്വത്തെ പറഞ്ഞതിലൂടെ ഏറ്റവും പ്രയാസപ്പെട്ട ഭാഗമാണ് ലോകം മിഥ്യ എന്ന് ഉറയ്ക്കാൻ. അത് ഉറക്കില്ല ഒരിക്കലും, വലിയ പാടാണ്. അത് ഉറച്ചാൽ തീർന്നു, കാര്യം ഓക്കെ ആയി. പിന്നെ ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ല. അപ്പൊ നോക്കാം നമുക്ക് ആചാര്യസ്വാമി എങ്ങനെയാണ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കണേ നമുക്ക് നോക്കാം. എല്ലാം ബ്രഹ്മം എന്ന് പറയുന്നിടത്തെല്ലാം എല്ലാം ബ്രഹ്മം എന്ന് പറയും. അപ്പോ ഒരു കാര്യം പറയും, ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്നും കൂടെ പറയും. അങ്ങനെ പറയുന്നുണ്ടല്ലോ, ബ്രഹ്മം എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന്. ബ്രഹ്മം സർവവ്യാപി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബ്രഹ്മം സർവവ്യാപി. ഇപ്പൊ നമ്മളൊരു വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ലാത്ത ഒരാളോട് ചോദിക്കുകയാണ്, ഈശ്വരൻ എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ അയാൾ എന്ത് പറയും? എല്ലായിടത്തും ഉണ്ടെന്ന് പറയും. സാധാരണ അല്ലേ, ഒരു കോമൺ മാൻ പറയുന്നു, സാധാരണ പറയും എല്ലായിടത്തും ഉണ്ട്. അതുപോലെ ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യ ഉപനിഷത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, ഈശാവാസ്യമിതം സർവം. ഇങ്ങനെ ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അത് പ്രത്യേകം ശ്രദ്ധിക്കണം ആ വാക്ക്. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് നമ്മൾ കേട്ട് തഴമ്പിച്ചിരിക്കുക. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് കേട്ട് നമ്മുടെ മനസ്സിൽ അത് ഉറച്ചിരിക്കുക. അങ്ങനെ ഉറച്ചാൽ എന്താ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഒരു തെറ്റായ കാര്യം മനസ്സിൽ ഉറപ്പിച്ചിരിക്കും. വളരെ അത്ഭുതം തോന്നും ഇത് കേൾക്കുമ്പോൾ. ആചാര്യസ്വാമികൾ ഈ ഭാഗം കേൾക്കുമ്പോൾ ഈശാവാസ്യമിതം സർവം എന്ന് നമ്മൾ തെറ്റായിട്ട് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കൂ? അപ്പൊ പിന്നെ ഉപനിഷത്ത് തെറ്റാണല്ലോ. ഉപനിഷത്ത് തെറ്റല്ല, വാക്യവും തെറ്റല്ല. നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിൽ ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഇതാണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. ആ വ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതിനെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ രസകരമായിരിക്കും. എനിക്കിത് കേട്ടിട്ട് നമ്മൾ പറഞ്ഞ ഇത്രയൊക്കെ ഈ വിചാരം ചെയ്യൽ എന്ന് പറഞ്ഞാൽ ഇത്ര ഗംഭീരമാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ ആ വാക്ക് കേൾക്കുമ്പോൾ കൂടുതലും ചിന്തിച്ചിട്ടില്ല, ഇതേവരെ ചിന്തിച്ചിട്ടില്ല. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ഓ ശരിയാണ്, സർവ്വവ്യാപിയാണ് ഭഗവാൻ, നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോ അവിടെ വലിയൊരു തെറ്റ് നമ്മുടെ ഉള്ളിൽ കയറിയിരിക്കുന്നുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഈശ്വരൻ എന്ന വ്യാപിക്കുന്ന ഒരാളും വ്യാപിക്കപ്പെടുന്ന വസ്തുക്കളും ഇങ്ങനെ രണ്ട് ഉണ്ട് എന്നല്ലേ ഇപ്പൊ നമ്മളെ മനസ്സിലുണ്ടായത്. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. എന്താപ്പോ വ്യാപിച്ചു എന്ന് പറഞ്ഞാൽ വ്യാപിക്കപ്പെടുന്ന ഒരു കാര്യവും വ്യാപിക്കുന്ന ഒരു കാര്യവും വ്യാപിക്കപ്പെടുന്ന കുറെ വസ്തുക്കൾ. അപ്പൊ ഇത് അതിൽ വ്യാപിക്കുക. അപ്പൊ രണ്ടില്ലേ? ലോകത്തിൽ ഈശ്വരൻ വ്യാപിച്ചിരിക്കുന്നു. അപ്പൊ ഈശ്വരൻ വേറെ, ലോകം വേറെ, രണ്ടുണ്ടല്ലോ. ഈ ഒരു തെറ്റായ കൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഉപനിഷത്തൊന്നും അത് പറഞ്ഞിട്ടില്ല കേട്ടോ.
നമ്മുടെ ഉള്ളിൽ വന്നായ അർത്ഥങ്ങളുടെ പ്രശ്നങ്ങൾ, അർത്ഥതലങ്ങളിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പങ്ങളാണ്. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടിയ പണിയാണ്. ഇതൊരു റിലേഷൻഷിപ്പ് അല്ലേ? ചിന്തിക്കുക. വ്യാപക റിലേഷൻഷിപ്പാണ്. ഒന്ന് മറ്റൊന്നിൽ വ്യാപിച്ചിരിക്കുന്നു, അതല്ലേ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ആദ്യത്തെ വരിയിൽ പറയുന്നത്. വ്യാപകതാ മിഥ്യ. വ്യാപ്യം, വ്യാപിക്കപ്പെടുന്നത്. വ്യാപക, വ്യാപിക്കുന്ന ആൾ, വ്യാപിക്കുന്നവൻ. ഇങ്ങനെ ഒരു സംബന്ധം നമ്മൾ പറയുന്നുണ്ട്. നമ്മളൊക്കെ അറിയാമെങ്കിൽ നമ്മൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംബന്ധം പറയുന്നു. ഇതുപോലെ ഒരു റിലേഷൻഷിപ്പാണ് നമ്മൾ പറയുന്നത്. ഈശ്വരനും ലോകത്തിനും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് പറയുന്നു. ഈശ്വരനും നമുക്കും ഒരു റിലേഷൻഷിപ്പ് നമ്മൾ വച്ചിട്ടുണ്ട്. ഈശ്വരനും ലോകത്തിനും, ഈശ്വരനും നമുക്കും ഒരു റിലേഷൻഷിപ്പ് നാം കൽപ്പിച്ചിരിക്കുന്നു. വളരെ ശരിയാണ്, നമ്മൾ അങ്ങനെയാണ് കൽപ്പിച്ചിരിക്കുന്നത്. ഈശ്വരൻ ഇവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നു, ഈശ്വര ചൈതന്യം ഇവിടെ എല്ലാം വ്യാപിച്ചിരിക്കുന്നു. ഇതെല്ലാം വ്യാപിക്കപ്പെട്ടതായിട്ടാണ് നമ്മുടെ മുഴുവൻ കണക്കുകൂട്ടല്. ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ആള്, നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുന്ന ആള്. അതിനാണല്ലോ അമ്പലത്തിൽ പോണേ, ഭഗവാനെ അനുഗ്രഹിക്കണേ. എവിടെ ഏത് കല്ല് കണ്ടാലും ഭഗവാനെ അനുഗ്രഹിക്കണേ. ഏത് മരത്തിന്റെ ചുട്ടി പോയാലും ഭഗവാനെ അനുഗ്രഹിക്കണേ. ഏത് സർപ്പത്തിന്റെ പ്രതിഭ കണ്ടാലും ഭഗവാനെ അനുഗ്രഹിക്കണേ. എന്ത് കണ്ടാലും, ശൂലം കണ്ട ഭഗവാനെ അനുഗ്രഹിക്കണേ, കുന്തം കണ്ട ഭഗവാനെ അനുഗ്രഹിക്കണേ. എവിടേക്കാണ് ചിലപ്പോൾ തിരിഞ്ഞ് മടങ്ങി വരും. ചില അമ്പലത്തിൽ ചിലപ്പോൾ പോയിട്ട് പ്രദർശനം വെച്ച് ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രതിമ കടന്ന് അങ്ങോട്ട് പുറത്തേക്ക് പോകും. പോയി കഴിയുമ്പോൾ ഈ അബദ്ധം വരും, തിരിച്ച് പുറകോട്ട് വന്നിട്ട് അവിടെ വന്ന് ചൊന്ന് തലവും വിട്ടിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞിട്ടും. ഇങ്ങനെ നമ്മൾ എല്ലാം മറ്റുള്ളിടത്ത് വ്യാപിപ്പിച്ച് വെച്ചിരിക്കുക. ഈശ്വര ശക്തിയെ വ്യാപിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇത് സാധാരണ നിലയ്ക്കൊക്കെ നമ്മൾ ആ സ്റ്റേജൊക്കെ കടന്നു വരേണ്ടവരാണ്. ആ സ്റ്റേജിൽ നിന്ന് നമ്മൾ നിന്ന ഒരു കാലത്തും സത്യം മനസ്സിലാവില്ല, അജ്ഞാനം മാറൂല്ല. ഈശ്വരൻ അനുഗ്രഹിക്കുന്ന ആളും നമ്മൾ അനുഗ്രഹം സ്വീകരിക്കുന്ന ആളും. അപ്പൊ നമ്മുടെ അകത്തുള്ള ശക്തിയോ അതിനെക്കുറിച്ച് ആ സമയത്ത് ചിന്തിക്കാറുണ്ടോ? നമ്മളിലുള്ള ആ ചൈതന്യത്തെ ചിന്തിക്കാറുണ്ടോ? ഈശ്വരന്റെ കടാക്ഷം നമ്മുടെ മേൽ പതിയുന്നു എന്നല്ലേ നമ്മുടെ വിശ്വാസം? പതിയണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കുന്നത്? അതിനല്ലേ നാം പ്രാർത്ഥിക്കുന്നത്, വഴിപാടുകൾ ചെയ്യുന്നത്? അതുപോലെ ലോകം എന്ന ഒന്ന് ഉണ്ട്, ബ്രഹ്മം എന്ന ഒന്നുണ്ട്. ഈ ബ്രഹ്മം ലോകത്തിൽ വ്യാപിക്കുന്നു എന്നല്ലേ നമ്മളിപ്പോ വിശ്വസിച്ചിരിക്കുന്നത്? അപ്പൊ രണ്ടും ഉണ്ട് എന്നല്ലേ നമ്മുടെ വിശ്വാസം? ലോകമുണ്ട്, ബ്രഹ്മമുണ്ട്. ലോകത്തില് ബ്രഹ്മം വ്യാപിക്കുന്നു. ഇത് തന്നെയാണ് ഇപ്പോൾ വിശ്വസിച്ചിരിക്കുന്നത്. 100% ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മളെ ആചാര്യസ്വാമികള്, കരുണാമയനായ ആചാര്യസ്വാമികള്, എത്രമാത്രം കരുണയുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, ഇത്രയും ആഴത്തിൽ ചിന്തിച്ച് ഈ കരുണാമയനായ ശങ്കരാചാര്യസ്വാമികൾ നമ്മളെ അതിൽ നിന്ന് ഉയർത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ അത് മനസ്സിലാക്കുക, നല്ല രീതിയിൽ മനസ്സിലാക്കുക. ആചാര്യസ്വാമി പറയുന്നു, വ്യാപകത മിഥ്യ. ഇത് ആരോടും പോയി പറയേണ്ടതല്ല, ഓരോ വ്യക്തിയും നമ്മൾ സ്വയം ഉൾക്കൊള്ളേണ്ടത്. വ്യാപകത മിഥ്യ. ഇവിടെ ഒബ്ജക്റ്റ് മിഥ്യ എന്ന് പറയുന്നതിനേക്കാൾ കൺസെപ്റ്റ് തന്നെ മിഥ്യ എന്നാണ്. ഒബ്ജക്റ്റ് അല്ല, കൺസെപ്റ്റ് തന്നെ മിഥ്യ. ജഗത് മിഥ്യ എന്ന് പറയുമ്പോ ആ വ്യാപകത തന്നെ മിഥ്യ എന്ന് പറയുന്നത് എത്ര ശക്തമായ കാര്യമാണ്. ഒബ്ജക്റ്റ് അല്ല, കൺസെപ്റ്റ് തന്നെ മിഥ്യ എന്ന് പറയും. റിലേഷൻഷിപ്പ് ആകാം, എവിടെ? വ്യവഹാരത്തിലാകാം. വ്യവഹാരം എപ്പോഴും ഓർത്തോണം. ഈ നമ്മുടെ ഈ അപരോക്ഷാനുഭൂതി പഠിക്കുന്ന സകലരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, വ്യവഹാരം. ഏത് സമയത്തും ഓർക്കണം വ്യവഹാരം. ലൗകികമായ ഏത് കാര്യം ചെയ്യുമ്പോഴും ഓർക്കുക, ഞാനിപ്പോൾ ചെയ്യുന്നത് വ്യവഹാരം മാത്രമാണ്. ഒറിജിനലി ഞാൻ അദ്വൈതത്തിലാണ് നിൽക്കേണ്ടത്. എല്ലാം ഈശ്വരമയം, എല്ലാം ബ്രഹ്മമാണ്, ബ്രഹ്മമല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇത് സംസാരം. ഞാൻ ഈ കാണുന്നത് വ്യവഹാരത്തിലാണ്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വ്യവഹാരത്തിലാണ്. കർത്തൃത്വം ഏറ്റെടുക്കുന്നില്ല.
ഫലം ആഗ്രഹിക്കുന്നില്ല. ഇങ്ങനെ നിരന്തരമായിട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നാലേ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റുകയുള്ളൂ. ഇപ്പൊ വ്യവഹാരത്തിൽ വേണം നമ്മൾ ഇതൊക്കെ, ഈ റിലേഷൻഷിപ്പ് ഒക്കെ ഉപയോഗിക്കാൻ. വ്യാപകത ഒക്കെ അവിടെ ആവാം വ്യവഹാരത്തിൽ. സത്യം എന്താണെന്ന് അറിയണം. ഉള്ളിന്റെ ഉള്ളിൽ ഈ സത്യത്തെ പ്രതിഷ്ഠിക്കണം. ബ്രഹ്മജ്ഞാനം വെച്ചുകൊണ്ട് വേണം മിഥ്യ എന്ന് പറയാൻ. വെറുതെ മിഥ്യ എന്ന് പറയുന്നതല്ല. ഉള്ളില് ആ ജ്ഞാനം ഉറപ്പിച്ചിട്ട് പറയണം. നമുക്ക് ഉറപ്പിക്കണമല്ലോ. ഇത് ആചാര്യസ്വാമി ശ്രുതിവാക്യങ്ങളിൽ പറഞ്ഞു തരല്ലേ, സർവവും ഉണ്ടായത് ബ്രഹ്മത്തിൽ നിന്ന്. ഉണ്ടായത് എന്നുള്ളതിനെ ഇനി ഉണ്ടായതല്ല എന്ന് പറയും, തോന്നലാണെന്ന് പറയും. അതിന് വരാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഉണ്ടായത് എന്ന് വിശ്വസിക്കുന്നതെല്ലാം ബ്രഹ്മത്തിൽ നിന്നാണ്. അപ്പൊ കാര്യകാരണത്തിലേക്ക് നമുക്ക് പോകണം. പെട്ടെന്ന് തന്നെ മനസ്സങ്ങോട്ട് പോകണം. അവിടെ നിന്നുണ്ടായതെല്ലാം അത് തന്നെ എന്ന് മനസ്സിലാക്കണം. അപ്പൊ ബ്രഹ്മജ്ഞാനം വെച്ച് നോക്കുമ്പോൾ മിഥ്യ എന്ന് പറയണം. അല്ലാതെ ബ്രഹ്മത്തെ കയ്യിൽ വെക്കാതെ എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രഹ്മത്തെ കയ്യിൽ വെക്കാതെ മിഥ്യാജഗത്ത് എന്ന് പറഞ്ഞ് നടക്കരുത്. ബ്രഹ്മത്തെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചിട്ട് വേണം. ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടി പ്രയത്നിക്കാത്തവർ, അത് ആഗ്രഹിക്കാത്തവർ, അതിനുവേണ്ടി വർക്ക് ചെയ്യാത്തവര് ജഗത് സത്യം എന്ന് പറഞ്ഞ് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് എന്നും ഇവിടെ ഗുരുനാഥൻ പറയുന്നു. ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാവൂ, ഇത് ഉള്ളിൽ പ്രതിഷ്ഠിക്കാവൂ. ഏത്? ജഗത് മിഥ്യ എന്നുള്ളത്, വ്യാപകത മിഥ്യ എന്നുള്ളത് ആര് മനസ്സിലെടുക്കണം? ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ, ബ്രഹ്മജ്ഞാനം ആഗ്രഹിക്കുന്നവർ. അല്ലാതെ ലൗകിക ജീവിതത്തിൽ കഴിയുന്നവര്, ഇതിനൊന്നും വേണ്ടി പ്രയത്നിക്കാത്തവര് ജഗത് മിഥ്യ എന്ന് എടുക്കണ്ട, വ്യാപകം മിഥ്യ എന്ന് എടുക്കണ്ട. അവരിവിടെ സൗഖ്യമായിട്ട് എല്ലാം ഉണ്ടെന്ന് പറയാണ്ട് ജീവിച്ചോട്ടെ. നമ്മളതിന് ഒന്നും പറയാൻ വേണ്ട, ആരോടും ഒന്നും പറയണ്ട, ആരെയും മാറ്റിയെടുക്കുകയും വേണ്ട, ഒന്നും വേണ്ട. അവർ ജീവിച്ചോട്ടെ, സന്തോഷമായിട്ട് ജീവിക്കട്ടെ. നമ്മളതിനൊന്നും പറയാൻ വേണ്ട. ആ വ്യവഹാരത്തിൽ തന്നെ അവർ പോകേണ്ടത്. അതേ വ്യവഹാരത്തിൽ അവർ പോകണം, ഒരു കുഴപ്പമില്ല. നമ്മളിവിടെ പറയുന്നത് എന്താ? ഈശ്വരൻ മാത്രമേ ഉള്ളൂ, ബ്രഹ്മം മാത്രമേ ഉള്ളൂ. പിന്നെ വ്യാപിക്കാൻ എന്തിരിക്കുന്നു? എവിടെ പോയി വ്യാപിക്കാൻ? ഒന്നേ ഉള്ളൂ, പിന്നെ എന്ത്? എവിടെ വ്യാപിക്കാൻ? വ്യാപക ആര്? വ്യാപ്യ വസ്തു ഏത്? വ്യാപ്യ വസ്തു ഇല്ലല്ലോ, എവിടെയും പോയി വ്യാപിക്കേണ്ട കാര്യമില്ലല്ലോ, അത് മാത്രമല്ലേ ഉള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്, ഈശ്വരൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു എന്ന വ്യാപകത മിഥ്യ. എല്ലാ റിലേഷൻഷിപ്പും മിഥ്യ. അവ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ആ പറയുന്ന വാക്കുകൾ എന്ന് ഓർമ്മ വേണം. നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ആ സൃഷ്ടിക്രമവും കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയുന്നത് എന്നാൽ ഉപനിഷത്ത് തന്നെ. ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നുണ്ടല്ലോ, പിന്നെയോ? അപ്പൊ പറയാണ്, അപ്പൊ അത് ഉപനിഷത്ത് വാക്യമല്ലേ? ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത് ഉപനിഷത്തല്ലേ? ആണ്. പിന്നെ നിങ്ങൾ എങ്ങനെ അങ്ങനെ പറയും എന്നൊരു ചോദ്യം വരുമ്പോ പറയുന്നു, അതേ ഉപനിഷത്ത് വേറൊരു വാക്യം പറയുന്നുണ്ട്, സർവം ആത്മാ ഇതി ശാസനാത്. സർവം ആത്മാ ഇതി ശാസനാത് എന്ന ഉപനിഷത്ത് വാക്യം. ഒരേ ഉപനിഷത്തിലാണ് രണ്ടും. അപ്പോ എല്ലാം ആത്മാ തന്നെ എന്ന് ഉപദേശിക്കപ്പെട്ട കാരണത്താൽ ഈശാവാസ്യമിതം സർവം എന്ന് ആദ്യം തുടങ്ങി, പിന്നീട് സർവം ആത്മാ ഇതി ശാസനാത് എന്ന് ഉപദേശിക്കപ്പെട്ട കാരണത്താൽ ആണ് വ്യാപകത മിഥ്യ എന്ന് ആചാര്യസ്വാമികളിവിടെ നമ്മളോട് പറഞ്ഞു. ശ്രുതിവാക്യത്തെ തന്നെയാണ് എടുത്തത്. ഒരു ശ്രുതിവാക്യത്തെ മറ്റൊരു ശ്രുതിവാക്യം കൊണ്ട് അതിനെക്കാട്ടിലും ഉപരിയായൊരർത്ഥത്തെ ഇവിടെ തന്നു, നമ്മളെ ശരിയായ കാര്യത്തിലേക്ക് നയിക്കുന്നു. ചില ശാന്തിപാഠങ്ങളില് എല്ലാത്തിലും വ്യാപിച്ചവനും എല്ലാം ആയതും ആയ അങ്ങയ്ക്ക് നമസ്കാരം എന്ന് വരും. അപ്പോ വ്യാപ്യവാപകം ഒരു സ്റ്റേജാണ്. ഒരു സ്റ്റേജിൽ അങ്ങനെ പറയേണ്ടി വരും. നമ്മുടെ മനസ്സിൽ ഒന്ന് ഉറച്ച് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാനായിട്ട്
സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ നമുക്ക് ആധ്യാത്മികതയിൽ മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ഓരോ സ്റ്റെപ്പില് ഫസ്റ്റ് സ്റ്റേജിൽ പറയും ഈശ്വരൻ ഉണ്ട്, ഈശ്വരൻ എല്ലാത്തിലും വ്യാപിച്ചിരിക്കുന്നു. ഇത് ഫസ്റ്റ് സ്റ്റേജ്. എപ്പോഴും ഓർക്കുക, ഇത് ആദ്യത്തെ സ്റ്റേജ്. വ്യാപകത ആദ്യത്തെ സ്റ്റേജ്. നമ്മളിപ്പോ നടക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിലല്ല. നമ്മൾ എത്രയോ ഗ്രന്ഥങ്ങൾ പഠിച്ചു, അതും പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിച്ചു, തത്വബോധം പഠിച്ചു, പിന്നെ വിവേക ചൂടാമണി പഠിച്ചു, വേറെ കുറച്ച് ഉപനിഷത്തുകൾ പഠിച്ചു. നമ്മളെ ഫസ്റ്റ് സ്റ്റേജിൽ നിർത്തരുത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് മറ്റുള്ളവരോട് പറയേണ്ട കാര്യമല്ല എന്ന് പറയുന്ന കാര്യം. നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പോലും ആകാത്തവരോട് പോയിട്ട് ഇതൊക്കെ പറഞ്ഞാൽ വല്ലതും മനസ്സിലാവും? ഇല്ല. ഈ ഫസ്റ്റ് സ്റ്റേജ് വന്നിട്ട് തന്നെ ശങ്കരാചാര്യ സ്വാമികൾ എത്രമാത്രം ബുദ്ധിമുട്ടുന്നു നമ്മളെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോ ഫസ്റ്റ് സ്റ്റേജിൽ വ്യാപകതയൊക്കെ കാണുന്നു. അതാണ് ആദ്യത്തെ ഈശാവാസ്യമിതം സർവം. അത് ഫസ്റ്റ് സ്റ്റേജാണ്. ഒരു നന്നായിട്ട് പഠിച്ചു വരുന്ന ഒരാൾക്ക് അത് ഫസ്റ്റ് സ്റ്റേജാന്ന് പറയാം. അപ്പൊ ആലോചിച്ച് നോക്കുക, ഈശാവാസ്യമിതം സർവം എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ നമ്മൾ ഇനി എങ്ങോട്ടാ പോകേണ്ടത്? അതിനാണ് പറഞ്ഞ സർവമാത്മാ ഇത് ശാസനാത് എന്ന് അടുത്ത സ്റ്റേജിനെ പറഞ്ഞു. അപ്പോ സെക്കൻഡ് സ്റ്റേജില് എല്ലാം അങ്ങ് തന്നെ. അതിനൊരു വളരെ ലളിതമായ ഒരു ഉദാഹരണം ഉണ്ടല്ലോ നമ്മുടെ ഭഗവത്ഗീതയിൽ. ആ ഒരൊറ്റ ശ്ലോകം പറയും, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവൻ ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേനകനവ്യം ബ്രഹ്മകർമ്മ സമാധിനം. അവിടെ വേറെ വല്ലതും ഉണ്ടോ? ദ്വൈതമുണ്ടല്ലോ അവിടെ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്നവും ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേനകനവ്യം ബ്രഹ്മകർമ്മ സമാധിന. ഒറ്റ കാര്യമുള്ളൂ, എല്ലാം സർവവും ബ്രഹ്മം. അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടത്. പക്ഷെ നമ്മുടെ ഉള്ളിലത് കയറാൻ വലിയ പാട്. നമുക്കത് അത്രയ്ക്ക് അങ്ങനെ ചെല്ലണമെങ്കിൽ ഒരുപാട് പഠിക്കേണ്ടിയിരിക്കുന്നു, ഒരുപാട് സാധന ചെയ്യേണ്ടിയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങളെ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ചെറിയൊരു കാര്യമാണ് ആദ്യം പറഞ്ഞത്, ചെറുതല്ല, വലിയൊരു കാര്യം തന്നെയാണ്. കാര്യകാരണം അല്ലെ, കാര്യകാരണാത്മകം എന്ന് പറയുന്നത്. ഇത്രയും കേട്ട കാര്യങ്ങളെ ഉറപ്പിക്കുക, അതിനെ നിധിധ്യാസനം ചെയ്യുക, മനനം ചെയ്ത് നിധിധ്യാസനം കൂടെ ചെയ്യണം. ഈ കാര്യങ്ങളെ നിധിധ്യാസനത്തിൽ കൂടി, ഇതൊക്കെ നിധിധ്യാസനത്തിൽ കൂടെ പോകുന്ന കാര്യങ്ങളാണ്. ഇത് നിധിധ്യാസനം ചെയ്താൽ മാത്രമേ ഇത് ഉറയ്ക്കുകയുള്ളൂ, അല്ലാതെ ഉറക്കില്ല. വ്യാപകത അടിപൊളി സംഭവമല്ലേ. കാര്യകാരണം ആദ്യം പറഞ്ഞു, ഇപ്പൊ വ്യാപകത പറഞ്ഞു. വളരെ ഗംഭീരമായൊരു ഭാഗമാണ് വ്യാപകത. ഈശ്വരൻ എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ആരെവിടെ എന്തിനെ വ്യാപിക്കാൻ? ഒന്നേ ഉള്ളൂ, വ്യാപിക്കലൊന്നും ഇല്ല. എല്ലാം അത് തന്നെ. പിന്നെ വ്യാപിക്കാൻ വേറൊരു വസ്തു ഉണ്ടായിട്ട് വേണ്ടേ? ഈ ദ്വൈതത്തെ മനസ്സിലാക്കുക, അദ്വൈതത്തിലേക്ക് മനസ്സിനെ കൊണ്ടുപോകുക. എല്ലാവരുടെ പാദങ്ങളെയും നമസ്കാരം. ഇനിയും വളരെ ശക്തമായ ഈ വക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ പൂർവ്വജന്മ സുഹൃതം തന്നെ വേണം. ഇതിനൊക്കെ ഉപരി ഈശ്വരാനുഗ്രഹം, ആ സച്ചിദാനന്ദ ബ്രഹ്മത്തിന്റെ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കണം. കാരണം അദ്ദേഹം ആ മായാശക്തി ഉപയോഗിച്ചാണ് നമ്മളെ ഇങ്ങനെ നിർത്തിവെച്ചിരിക്കുന്നത്. നമ്മളെവിടെയാണ്? നമ്മൾ മായയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് സംശയങ്ങൾ ഒരുപാട് വന്നുകൊണ്ടേ ഇരിക്കും. മായാദേവിയുടെ പിടിയിൽ നിന്ന് വിടാൻ ബുദ്ധിമുട്ടാണ്. ഒരാൾക്കെ മാറ്റിത്തരാൻ പറ്റുള്ളൂ, മായാദേവിക്ക് തന്നെ. മായാദേവി ആരുടെ കസ്റ്റഡിയിലാണ്? സാക്ഷാത് സച്ചിദാനന്ദത്തിന്റെ കസ്റ്റഡിയില്. അപ്പോ പ്രാർത്ഥിക്കുക, ഭഗവാനെ എന്നെ ഈ മായയിൽ നിന്ന് ഒന്ന് അവരോട് പറഞ്ഞ് ഒന്ന് എന്നെ മോചിപ്പിക്കണേ. മായാദേവിയോട് പറയുക, എനിക്ക് സാക്ഷാത് ജഗദീശ്വരമായിട്ട് ആ താതാത്മ്യം എനിക്കറിയണം, എന്നെ ഒന്ന് ഇതിൽ നിന്ന് ഒഴിവാക്കി തരാവോ എന്ന് വളരെ വിനയത്തോടു കൂടി മായാദേവിയോടും എന്നും പ്രാർത്ഥിക്കുക. എല്ലാവരുടെ പാദങ്ങളെയും നമസ്കാരം. അടുത്ത വെള്ളിയാഴ്ച നമുക്ക് വീണ്ടും കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദിച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ബ്രഹ്മാർപ്പണമസ്തു. സായിറാം. Thank you, sir. Thank you. Sairam, sir. Sairam.